ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു എഗ് ഫ്രൈഡ് റൈസിൻ്റെയും പിന്നെ അതിന് പറ്റിയ ഒരു ചില്ലി ചിക്കൻ്റെയും റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെക്കാം. അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. സാധാരണ നമ്മൾ അരി വേവിക്കാൻ ഉപ്പിടുമ്പോൾ ആ വെള്ളത്തിൽ ഉപ്പ് കുറച്ച് മുന്തി നിൽക്കുന്ന പോലെ തോന്നണം. പിന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ കുതിർത്ത് വെച്ച ബസ്മതി റൈസാണ്. അത് ഈ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതാ അരിപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. ഇതാ ഏകദേശം ഇതുപോലൊരു 80% ഒക്കെ വേവാകുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിൽ ഇതേപോലെ പരത്തി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രൈഡ് റൈസിനൊക്കെ കൂടുതലും തലേ ദിവസം വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഏതെങ്കിലും ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലാദ്യം നമ്മൾ 2 മുട്ട ചിക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 2 മുട്ട ഇതേപോലെ ഞാൻ അതിലേക്ക് തന്നെ ഡയറക്റ്റ് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് ചിക്കി എടുക്കുക. ഇളക്കിയെടുത്താൽ ഇതേപോലെ ആവും. അങ്ങനെ ഇതേപോലെ കുറച്ച് നേരം ചൂടായ ശേഷം നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, പിന്നെ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം, പിന്നെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ബ്രോക്കോളി, ക്യാരറ്റ്, ബീൻസ്, നമ്മുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ ആ വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ പെട്ടെന്നൊന്ന് നമുക്ക് ഇതേപോലെ സോട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്നും ഓവർ ടൈം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ വേവിച്ച് വെച്ച അരി മുഴുവൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് ഡയറക്റ്റ് തവി കൊണ്ട് ഇളക്കി കൊടുക്കണില്ല. ഇതേപോലെ മറിച്ച് എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ വെജിറ്റബിൾസ് ആക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് റൈസ് ഉണ്ടെങ്കിൽ ഇളക്കി കൊടുത്താൽ മതി. വല്ലാണ്ട് റൈസ് പൊട്ടിപ്പോവാത്ത രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ശേഷം ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അത് എല്ലായിടത്തേക്കും ഇതുപോലെ ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇങ്ങനെ ചിക്കി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പാർട്ടും ക്യാപ്സിക്കവും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിന് മുകളിലേക്ക് വിതറി കൊടുക്കാം. ലാസ്റ്റായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് പെപ്പർ പൗഡറാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പെപ്പർ പൗഡറും കൂടെ ലാസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ നമുക്കിത് ഇറക്കി വെക്കാവുന്നതാണ്. ഇനി ഇതിലേക്കുള്ള ഗ്രേവി റെഡിയാക്കി എടുക്കാം. ഓക്കെ, ചില്ലി ചിക്കന് റെഡിയാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ചിക്കന് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. അത് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കനിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 3 ടീസ്പൂൺ കോൺഫ്ലവറാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീർ ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. കുറച്ച് സോയാ സോസ്, ഇതേപോലെ 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ മുകളിൽ നന്നായിട്ട് ഈ മസാലയൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ചൂടാക്കി ഇതുപോലെ എല്ലാ ചിക്കനും അതിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
വല്ലാണ്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇതിൽ ഒരു ഏകദേശം 80% ഫ്രൈ ആയാൽ മതി. നമ്മളിനി ഗ്രേവിയിലിട്ടൊന്ന് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഏകദേശം ചിക്കന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി 1 ടീസ്പൂണ് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനൊപ്പം തന്നെ 1 ടീസ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ പച്ചമുളകാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴണ്ടി വരുന്ന വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വൈറ്റ് പാർട്ട് ഏകദേശം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ക്യൂബ് സൈസിൽ അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കവും അതുപോലെ തന്നെ ക്യൂബ് സൈസിൽ തന്നെ അരിഞ്ഞിട്ടുള്ള വലിയ ഉള്ളിയും സവാളയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തക്കാളി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളിൻ്റെ പ്യൂരി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതേപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ശേഷം ഇതുപോലെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഫ്ലേവർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ക്യാപ്സിക്കവും സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.